NCP പിളർപ്പിന് പിന്നാലെ പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങി AK ശശീന്ദ്രൻ വിഭാഗം. അജിത് പവാർ പക്ഷത്തോടൊപ്പമാണ് PC ചാക്കോ വിഭാഗമെന്ന് AK ശശീന്ദ്രൻ അനുകൂലികൾ ആരോപിക്കുന്നു. NDAയിലേക്ക് പ്രവർത്തകരെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമം. അല്ലല്ലോ, ഞങ്ങൾ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ പ്രഖ്യാപനം നമ്മൾ ജനറൽ ബോഡി കൂടിയതിന് ശേഷം ഉണ്ടാവുള്ളൂ. NCP SP വിട്ടവരുടെ കേരളത്തിലെ NCP SP യിൽ നിൽപ്പെട്ട ഒരു വിഭാഗം കേന്ദ്ര നേതൃത്വത്തിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് മാറി നിൽക്കുന്നുണ്ട്. അല്ല, പ്രവർത്തകരിൽ ഒരു NDA ഇപ്പം എല്ലാവരെയും മനസ്സിലെന്തുള്ളത് NDA ആണ്. അവരെ മനസ്സിലുള്ളത് പ്രോ LDF ആണ്. അവരിത് പതുക്കെ മഹാരാഷ്ട്ര എങ്ങനെയാണ് കൊണ്ടത്, പതുക്കെ ഇങ്ങനെ ബന്ധുത്വവും സൗഹൃദവും ഒക്കെ പറഞ്ഞാൽ ആര് അല്ല. പക്ഷെ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന NCP SP മഹാരാഷ്ട്രയിൽ പ്രാദേശിക തലത്തിൽ സഹകരണത്തിന്റെ പാതയിലാണ്. അതെ അതെ, ആ പിന്തുണ കൊടുക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സമയം ഇല്ലാത്തൊരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് സമയം ആയതുകൊണ്ട് അത് ഞാൻ അതിനെ ഉന്നയിച്ചില്ല. ഇവിടെ ഈ ശ്രമം നടത്തുന്നത് എന്തിനാണ്? ഇവിടെ ജൂൺ 10-ാം തീയതി ജന്മദിനം ആഘോഷിക്കുന്നത് എന്തിന്? അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തം NCP SP പ്രവർത്തകർക്കുണ്ടോ? അതിനെ ഞാൻ ചോദ്യം ചെയ്തത് ആ മീറ്റിങ്ങിനെയാണ്. 10-ാം തീയതി എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള PC ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ആ കൺവെൻഷൻ സംശയാസ്പദമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ മറ്റ് ഞാൻ പറയാം ബാക്കിയൊക്കെ സംഘടനാ പ്രശ്നങ്ങളാണ്. അതെ, ഞാനിപ്പോൾ ഉന്നയിക്കുന്നത് മഹാരാഷ്ട്രയിലെ പോലെ ഇവിടുത്തെ NCPയും അങ്ങനെ ആക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നതെന്ന്. AK ശശീന്ദ്രന്റെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ദീപക്, എന്താണ് AK ശശീന്ദ്രന്റെ അടുത്ത പ്ലാൻ? ഇവിടെ NCP പിളർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം PC ചാക്കോവിന്റെ നേതൃത്വത്തിലുള്ള NCP 10-ാം തീയതി യോഗം വിളിക്കുന്നു. ആ യോഗം AK ശശീന്ദ്രൻ ബഹിഷ്കരിക്കുന്നു. പുതിയ പാർട്ടി ജനറൽ ബോഡി വിളിച്ച് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് AK ശശീന്ദ്രൻ ഇപ്പോൾ പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മഹാരാഷ്ട്രയിലേതോ സമാനമായ രീതിയിൽ ഈ NDAയോടൊപ്പം പോവുക എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ NCP നീങ്ങുന്നത്. PM സുരേഷ് ബാബുവിനെ പ്രസിഡന്റ് ആക്കിയതിനു ശേഷം PC ചാക്കോ സംഘടനയിൽ പിടിമുറുക്കിക്കൊണ്ട്, അതായത് നേരത്തെ തോമസ് കെ തോമസിനെ ആ സ്ഥാനത്ത് മാറ്റിയിരുന്നു. അപ്പോൾ ഒരു ഇടത് നിലപാടിൽ നിന്നും പൂർണ്ണമായി മാറിക്കൊണ്ട് ഒരു NDA നിലപാടിലേക്ക് PC ചാക്കോവിന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയെ മാറ്റാൻ പോകുന്നു. അത് അംഗീകരിക്കാൻ പറ്റില്ല. മാത്രവുമല്ല, ഈ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ സ്ഥാപക ദിനമാണ് 10-ാം തീയതി. അതായത് BJPക്കൊപ്പം NDA ഘടകകക്ഷിയായി പ്രവർത്തിക്കുന്ന അജിത് പവാറിന്റെ പാർട്ടി, ആ പാർട്ടിയുടെ സ്ഥാപക ദിനം എന്തിനാണ് കേരളത്തിൽ ചാക്കോവിന്റെ നേതൃത്വത്തിൽ ആഘോഷിക്കുന്നത്? PM സുരേഷ് ബാബുവിന്റെ സ്ഥാനാരോഹണവും വെച്ചിരിക്കുന്നത് 10-ാം തീയതിയാണ്. ആ നീക്കം സംശയാസ്പദമാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലേതുപോലെ ഒരു NDA BJP മൃദു സമീപനത്തിലേക്ക് കേരളത്തിൽ മാറ്റാൻ പോകുന്നു. അതിനെ ശക്തമായി എതിർക്കുമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ AK ശശീന്ദ്രൻ പ്രഖ്യാപിച്ചത്. AK ശശീന്ദ്രന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ് ഗോപികൃഷ്ണൻ. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.